ഹായ് ഹലോ, ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഊത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കുട്ടികൾക്കൊക്കെ നല്ലപോലെ ഇഷ്ടമാകുന്നൊരു റെസിപ്പിയാണിത്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഊത്തപ്പം ഉണ്ടാക്കാൻ നോക്കാം. ഇവിടെ ഇപ്പം ഞാൻ ഒരു ഗ്ലാസ് നേരിയ അരി കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നമുക്ക് കുതിർക്കാൻ വെക്കാം. 2 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ അരി നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി അരി ഒന്ന് അരച്ചെടുക്കണം. അതിനു മുമ്പ് നമ്മൾ ഏത് ഗ്ലാസ്സിനാണോ നേരിയ അരി എടുത്തിട്ടുള്ളത് സെയിം ഗ്ലാസ്സിന് തന്നെ 1 ഗ്ലാസ് തേങ്ങ ചിരകിയതും 1/2 ഗ്ലാസ് ചോറും എടുത്ത് വെക്കാം. ഇനി നമുക്ക് ഈ തേങ്ങ ഒന്ന് അരച്ച് തേങ്ങാപ്പാൽ എടുത്ത് വെക്കണം. കുറച്ച് വെള്ളം മാത്രം ചേർത്ത് നല്ല കട്ടി തേങ്ങാപ്പാൽ വേണം എടുക്കാനായിട്ട്. എനിക്കിപ്പോൾ ഇവിടെ കറക്റ്റ് 1 ഗ്ലാസ് തന്നെയാണ് തേങ്ങാപ്പാൽ കിട്ടിയത്. ഇനി നമുക്ക് ഇതെല്ലാം ചേർത്തിട്ട് അരി അരച്ചെടുക്കാം. മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം 1/2 ഗ്ലാസ് ചോറ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുതിർത്ത് വെച്ച നേരിയ അരി ഇട്ട് കൊടുക്കാം. പിന്നെ തേങ്ങാപ്പാൽ ഈ അരി ഒന്ന് മുങ്ങിക്കിടക്കാൻ മാത്രമായിട്ടാണ് വേണ്ടുള്ളൂ. കൂടുതലായിട്ട് തന്നെ അരച്ചെടുക്കാൻ പാടുവരും. നമ്മുടെ ഗ്ലാസ്സിൽ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ അതവിടെ മാറ്റി വയ്ക്കാം. അരി നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മളിത് അരച്ചെടുക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം ഇതിൽ ചേർക്കാനേ പാടില്ല. ഇനി മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ കുറച്ച് ബാക്കി വന്ന തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ അരിയിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഇപ്പോൾ 1 സ്പൂൺ ഈസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. പൗഡേർഡ് ഈസ്റ്റാണ്. ഒരു 1/4 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഈസ്റ്റ് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഈ അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 സ്പൂൺ ഈസ്റ്റ് എടുത്തത് 1 ഗ്ലാസ് അരി ആയതുകൊണ്ടാണ്. 2 ഗ്ലാസ് അരി ഉണ്ടെങ്കിൽ 2 സ്പൂൺ ഈസ്റ്റ് എടുക്കണം. അത് എല്ലാ അളവും നിങ്ങൾ അതിനനുസരിച്ച് മാറ്റണം. ഈ മാവിൻ്റെ അയവ് നിങ്ങൾക്കിപ്പോൾ ഇതിൽ കാണുമ്പോൾ ഏകദേശം മനസ്സിലാവുന്നുണ്ടാവും. നമ്മളിനി ഈ മാവ് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് 8 മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. 8 മണിക്കൂറിന് ശേഷം തുറന്ന് നോക്കിയിട്ടുണ്ട്. കുറച്ചുകൂടി തിക്കായി വന്നിട്ടുണ്ട് നമ്മുടെ മാവ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് നമ്മുടെ മാവ് ഇവിടെ നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഓരോന്നായി ചുട്ടെടുത്ത് തുടങ്ങാം. പാൻ നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ ഒരു പേപ്പർ ഉപയോഗിച്ച് തുടച്ചിട്ട് വേണം ഈ മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം മാത്രം അടച്ചു വയ്ക്കുക. പെട്ടെന്ന് തന്നെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ അരിപ്പ പോലെ വരുന്നത് വരില്ല. അടച്ചിട്ട് തുറക്കുക. എന്നിട്ട് ഇത് തിരിച്ചിടാതെ എടുത്ത് വയ്ക്കുക. ഇതുപോലെ തന്നെ നമുക്ക് ഓരോന്നോരോന്നായി ചുട്ടെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ഗ്ലാസ് അരിയാണല്ലോ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് 10 മുതൽ 12 വരെ ഊത്തപ്പാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. 1 ഗ്ലാസ് അരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഓരോരുത്തരുടെ വലുപ്പം പോലെയാണ്. ചെറുതാണെങ്കിൽ 12, 13, 14 ഒക്കെ കിട്ടും. കുറച്ച് വലുപ്പത്തിലാണെങ്കിൽ 10 വരെ ഉണ്ടാക്കാം. നമ്മുടെ ഊത്തപ്പം ഇവിടെ നല്ലപോലെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് സെറ്റ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഇവിടെ കുറച്ച് മയോണൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഗ്രീൻ ചട്നി, കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്, ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്, മല്ലിയില. അപ്പം നമുക്ക് ആദ്യം തന്നെ ഊത്തപ്പത്തിൻ്റെ മേലെ മയോണൈസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മയോണൈസ് അപ്ലൈ ചെയ്തതിന് ശേഷം മേലെ ഗ്രീൻ ചട്നി അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മേലിൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ശേഷം ചിക്കൻ ഫ്രൈ ചെയ്തത് എടുത്തിട്ട് കൊടുക്കാം. അവസാനം മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ഊത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഒരുമിച്ച് വന്ന കോമ്പിനേഷൻ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. പിന്നെ മയോണൈസും ഫ്രൈ ചെയ്തെടുത്ത് ചിക്കനൊക്കെ യൂസ് ചെയ്തതുകൊണ്ട് കുട്ടികൾക്കൊക്കെ നല്ലപോലെ ഇത് ഇഷ്ടമാവും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. Thanks for watching.